എൻ്റെ പൊന്നു മാച്ചമര വാട്ടർ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ടീം എന്നുണ്ടെങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ജയൻസ് ആണെന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചരിത്രത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ അടുപ്പിച്ച് 2 പ്രാവശ്യം ഷീൽഡ് അടിക്കുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയൊരു ടീം വരുമോ അറിയില്ല, എന്തായാലും അതിപ്പോൾ സൂപ്പർ ജയൻസ് തന്നെയാണ്. സോ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് അല്ല, ആൻഡപ്പൻ ടോക്കീസിൻ്റെ സ്പോർട്സ് ചാനലായിട്ടുള്ള AT സ്പോർട്സ് ക്ലബ്ബിലേക്ക്. അതുകൊണ്ട് തന്നെ ഇത് പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ല എൻ്റെ പഴയ ചാനലാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, അല്ല ഇത് പുതിയ ചാനലാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഗൈസ്, AT സ്പോർട്സ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ദേ സൂപ്പർ ജയൻ്റ് എന്നുണ്ട് അല്ലേ. അത് എന്താ പറയുക, അത് അടിച്ച് നമുക്ക് ഉറപ്പിച്ച് തരുന്ന കുറച്ച് സംഭവമാണ് ISL ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ടീമിന് സംഭവിച്ചാൽ മാത്രമല്ലല്ലോ, നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അത് ഇന്ത്യൻ ഫുട്ബോളിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടീം എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ സംഭവത്തോടെ ചരിത്രത്തിൽ ആദ്യമായി ISL ഷീൽഡ് 2 പ്രാവശ്യം അടുപ്പിച്ചടിക്കുന്ന ടീമായി മാറിയിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ആൻഡ് അതിൽ ഇന്നലത്തെ ലൈവ് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സെലിബ്രേഷൻ്റെ ഇടയിൽ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള, ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സുഭാഷിഷ് ബോസ് പറയുന്നൊരു സീനുണ്ട്, വി ആർ ദ കിങ്സ് ഓഫ് ദിസ് ജംഗിൾ എന്നുള്ളത്. ഈ കാട്ടിലെ സിംഹങ്ങൾ ഞങ്ങളാണ്, അല്ലെങ്കിൽ രാജാക്കന്മാർ ഞങ്ങളാണെന്ന് പറയുന്നൊരു സീനുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സന്തോഷവും തോന്നി, അതിൻ്റെ ഒപ്പം തന്നെ കുറേ വിഷമവും തോന്നി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന കാണികൾ ഏകദേശം 56,000-നും 57,000-നും അടുത്തായിട്ടാണ് അവരുടെ ഫാൻസും ഇന്നലത്തെ മൊത്തം ഓഡിയൻസ് ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ സ്ഥിരമായിട്ട് ഏകദേശം എങ്ങനെ പോയാലും അതിനടുത്തോളം ഫാൻസ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരേ ഒരു ക്ലബ്ബേ ISL ഉണ്ടാവുള്ളൂ. അതും ചിലപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫാൻ ബേസ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കഴിഞ്ഞ ഇത്രയും വർഷം ISL എന്ത് ചരിത്രമാണ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആസ് എ ഫാൻ ബോയ് എനിക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാൽ തിരിച്ചിപ്പുറത്തേക്ക് നോക്ക്, നമുക്കറിയാം ATK എന്നുള്ള പേരിലാണ് ഇവർ വരുന്നത്. ATK അല്ല, അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്നുള്ള പേരിൽ വരുന്നു. പിന്നീട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ശേഷം ഇപ്പം നിലവിൽ ഇവർ നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നുള്ളതാണ്. എന്തായാലും ആ ക്ലബ്ബ് തന്നെയാണ് അവരുടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങി പല കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്ത് മുന്നേയൊക്കെ ചർച്ച ചെയ്ത് പോയതാണെന്നുണ്ടെങ്കിലും, മറ്റ് ലീഗിൽ നിന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ISLക്ക് വന്നപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരെന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ ക്ലബ്ബ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ക്ലബ്ബ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഈ സീസണിലെ കാര്യം മാത്രം ഒന്ന് എടുത്തു നോക്കാം. അതായത് ഡൂറൻ കപ്പ് തോറ്റുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്, അതും നോർത്ത് ഈസ്റ്റിനെതിരെ. നോർത്ത് ഈസ്റ്റ് നല്ലൊരു ടീമാണ്, അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ തോറ്റു വന്നുകൊണ്ടിരിക്കുന്ന മോഹൻ ബഗാൻ അല്ലെങ്കിൽ സൂപ്പർ ജയൻസിനെ ഒരുവിധമൊക്കെ എനിക്ക് തോന്നുന്നു പലരും എഴുതി തള്ളിയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഒരു ചരിത്രം സൃഷ്ടിച്ച് നിൽക്കുന്ന ഈ സൂപ്പർ ജയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഈ സീസണിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. നോർത്ത് ഈസ്റ്റിനെതിരെയായിട്ട് തോറ്റ് വന്നിട്ടുള്ള അവരാണ് ഇപ്പോൾ നിലവിൽ, ഇനിയും മത്സരങ്ങൾ അവർക്ക് ബാക്കി കിടപ്പുണ്ട്, എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഈ സീസണിലെ ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 43 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അറ്റാക്കിങ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫെൻസീവ് ടീമും അവർ തന്നെയാണ്. കാരണം ഏകദേശം 14 ക്ലീൻ ഷീറ്റാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫെൻസീവായിട്ടും ഗോൾ കീപ്പറിൻ്റെയും മികവ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ മോസ്റ്റ് വിൻസ് ഇൻ ദിസ് ലീഗ് ഈ സീസണിൽ 16 മത്സരങ്ങൾ ജയിച്ച് നിൽക്കുന്ന ടീമും അവർ തന്നെയാണ്. എന്തുകൊണ്ടും ഏതുകൊണ്ടും നോക്കുമ്പോഴും മോഹൻ ബഗാൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ജയൻസ് ആണ് എന്നുള്ളത് ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ആൻഡ് ഇപ്പോൾ ഈ അടുത്ത കുറച്ച് മത്സരങ്ങളായിട്ട് അവർ തോൽവി എന്താണെന്നോ, അല്ലെങ്കിൽ ജയിച്ച എല്ലാ മത്സരങ്ങളും അവർ കൺസീഡ് ചെയ്യാതെ, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കൺസീഡ് ചെയ്യാതെയാണ് അവർ ജയിച്ചിട്ടുള്ളത് എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവരോടൊക്കെ ഒരു അസൂയ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളെപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫാൻ ബേസിലാണ്. ഫാൻസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്ലബ്ബ് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, മഞ്ഞപ്പട എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻ ഗ്രൂപ്പിന് എന്ത് നേടാൻ സാധിച്ചു ഇത്രയും കാലത്തിനിടയിലും? സ്വന്തം മാനേജ്മെൻറ്റ് പോലും, എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രൊട്ടസ്റ്റ് ഈ പറയുന്ന പോലെ തന്നെ മഞ്ഞപ്പട പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന ക്ലബ് മാനേജ്മെൻറ്റ് തന്നെ അവരെ പോലീസിനെ വിടുന്നു. അത് എങ്ങനെയെങ്കിലും ഈ പ്രൊട്ടസ്റ്റ് അറിയിക്കാതിരിക്കാനായിട്ടുള്ള മാക്സിമം പരിപാടി നോക്കുന്നു. ഏത് ക്ലബിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളെല്ലാം മാറ്റിവെക്കാനായിട്ട്. എന്നാൽ ഇപ്പുറത്തേക്ക് ഞാൻ നോക്കുന്നത് ഈ അത്ലറ്റിക്കോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ക്ലബിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് അല്ലേ. അവർ അറ്റാക്കിങ്ങിലേക്ക് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, ഡിഫൻസിലേക്ക് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്, മിഡ്ഫീൽഡിൽ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് ഫോറിനിൽ നിന്നുള്ള പല പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവിടെയും ഇന്ത്യൻ സൈനികങ്ങളും ബാക്കി കാര്യങ്ങളും വെച്ച് അവരുടെ സ്ക്വാഡിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ അഹങ്കാരങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. അത് കാണിക്കാൻ അവർക്ക് അവകാശമില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ നമുക്ക് ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് അവരുടെ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗോൾ കീപ്പർ ആവട്ടെ, കോച്ചിലാവട്ടെ, ഇനി അത് ഇന്ത്യൻ പ്ലേയേഴ്സിലാവട്ടെ. ഇന്ത്യൻ പ്ലേയേഴ്സിലാണെന്നുണ്ടെങ്കിലും ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെയും കൊണ്ടുവന്ന് ആ സ്ക്വാഡിനെ ഒരു ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് മേളെ ഉള്ളൊരു സെറ്റപ്പിലേക്ക് അവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു പേര് തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി അത് ISLൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഈ 2 പ്രാവശ്യം അടുപ്പിച്ച് ഷീൽഡ് വിന്നർ ആവുക എന്ന് പറയുന്ന ഒരു ചരിത്രം തന്നെയാണ്. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു വാട്ടർ ടീമെന്ന് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ടീമായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതൊക്കെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ അവരുടെ ഫാൻസ് അവർക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് അവരുടെ ക്ലബ്ബ് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ഡിസേർവ് ചെയ്യുന്നു അതിൻ്റെ 10-1 പോലും അല്ലെങ്കിൽ 0.5 പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആകെയുള്ളൊരു വിഷമം. ഇനിയുള്ള സീസൺ അല്ലെങ്കിൽ അടുത്ത സീസണിൽ നോക്കാം എന്നുള്ള സ്ഥിരം പല്ലവി പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. നല്ല രീതിയിലുള്ള ചേഞ്ചസ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ സ്ക്വാഡിലും ഉണ്ടാവാതെ നമ്മുടെ ടീമിന് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡ് അപ്പം സൈനിങ് ഓഫ്. ചിൽ കുപ്പി ചിൽ.